അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ വെറൈറ്റി ആയ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഉമർജി എന്ന നമ്മുടെ ഉമ്മർ, പരപ്പനങ്ങാടിയിലെ നമ്മളെ ഉള്ളണം തേയിലപ്പടിയിലുള്ള നമ്മുടെ സുഹൃത്തു കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരുപാട് പ്രത്യേകത ഉള്ള മനുഷ്യനാണ്. ആ പ്രത്യേകതകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. അല്ല, ഈ ഡ്രൈനേജിൽ വെള്ളം ഉണ്ടാവില്ലേ? നല്ല പിന്നെ വെള്ളം അടിക്കുമ്പോ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ കുളിക്കാറൊക്കെ ഉണ്ടോ കുട്ടികളെ? കൃഷിക്ക് വേണ്ടി അടിക്കണ വെള്ളല്ലേ? കാർഷിക നല്ല പുല്ലുകളാണല്ലേ? ഭയങ്കര ചൊറിച്ചിലാണല്ലോ, അതെന്താ? കൊടുത്തുകല്ലേ കൊടുത്തുകള് ഇതൊക്കെ ചൊറിയോ? ഇത് ചൊറിയൊന്നുമില്ല. ഇത് ചൊറിയില്ല, ചൊറിയില്ലല്ലോ. നമുക്കെല്ലാം ചൊറിയുണ്ടല്ലോ. ഇവിടെ ചൊറിച്ച് തറന്നു കിട്ടും. ഇത് ഭയങ്കര സംഭവമല്ല. ഇത് നിങ്ങൾക്ക് ചൊറിയെന്ന് പറയണ്ടെങ്കിൽ അതിന് രീതി എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ചൊറിയണ സാധനമൊന്നും അല്ല. ഇത് നല്ല ഔഷധ ഗുണമുള്ള, ഒരു കാലത്ത് ആ ചെറുപ്പത്തിലൊക്കെ നല്ല വിറ്റ് പൈസ ഉണ്ടാക്കിയ സാധനമാണ്. ചെറുപ്പം മുതലേ ചൊറിയില്ല? ഇതും നായക്കോറിന് നായിക്കോറിന്റെ കൂടിയും ചൊറിയില്ല. അതേ സമയത്ത് ഞാൻ കർണാടകയിൽ ജോലി ചെയ്ത സമയത്ത് അവിടെ പാർത്തിയരി എന്ന് പറഞ്ഞിട്ടൊരു തരം ഐറ്റംസ് ഉണ്ട്. അതിന്റെ അടുത്തും കൂടെ അവിടെ പോയാൽ മതി, മുഖമൊക്കെ ഉണ്ട് വീണവൻ. അതെനിക്ക് ഭയങ്കര ഇതാണ്. മുഖമൊക്കെ ഉണ്ട് ആകണ്ട് ഇതായിട്ട് ചുവന്ന് കുടിച്ച് പിന്നെ കറുക്കും. ഞാൻ ആ കോലം മാറും. പക്ഷെ അത് അവിടെ ഉള്ളവർക്കും മറ്റുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും നായക്കോറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമില്ല. നായിക്കോറിനെ ചൊറിയില്ല. നായക്കോറിനെ കൊണ്ടുവരേണ്ടി നായക്കോറിനെ ഞാൻ പൊട്ടിച്ച് കണ്ടിട്ട് ഞാൻ ഈ നായക്കോറിനെ ചൊറിയില്ല എന്നുള്ളത് ഇപ്പൊ അടുത്ത കാലത്താണ് അറിയാം. കാരണം ഞാൻ ഇപ്പൊ ഇതുവരെ പണിയെടുത്തിട്ടില്ല. അപ്പൊ നമ്മളെ വടകര കടന്റെ അടുത്ത് ഒരു വള്ളിമ്പൽ ഇങ്ങനെ കുറെ നായക്കോറിനെ ഉണ്ടായപ്പോൾ കൊടുത്തുക ചൊറിയാത്ത എനിക്ക് ചൊറിയില്ല എന്നുള്ള ആവശ്യത്തിൽ നോക്കിയപ്പോൾ അതും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതൊരു ചുവപ്പ് കളർ ഇങ്ങനെ വരും. ഏത് പക്ഷെ ചൊറിച്ചിലൊന്നുമില്ല. ഒരു ചുവപ്പ് കളർ കുറച്ചു നേരത്തിൽ ഉണ്ടാവും, കഴിഞ്ഞാൽ പിന്നെ പോകും. അതല്ല നമ്മുടെ നാട്ടില് കൊടുത്തുകല്ല, ഇത് ഫുള്ള് അതാണല്ലോ ഈ ഭാഗത്ത്. അല്ലേ, ഇവിടുന്നൊക്കെ ഞാൻ ചെറുപ്പത്തിൽ പറിച്ചു വിൽക്കലൊക്കെ ഈ ഭാഗങ്ങളിൽ. ഇതൊക്കെ ഞങ്ങൾ കളിച്ചു വളർന്ന സ്ഥലമല്ലേ. ഇത് നിങ്ങൾ ചെറുപ്പത്തിൽ പറിച്ചു വിൽക്കുക? വൈദ്യന്മാരെ കളി കൊണ്ടേ കൊടുക്കും. ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കണം നമുക്കറിയില്ല. വൈദ്യന്മാരെ ഔഷധമായിട്ട് നല്ല ഔഷധമാണ്. ഇതാണ് പിന്നെ ഇവിടെ നമ്മളെ ചെക്കന്മാർക്കൊക്കെ എന്റെ കൂടെ ഉള്ളവർക്ക് നല്ല താളിയാക്കാൻ പറ്റിയ സാധനം. തലി തേക്കാനൊക്കെ നല്ല കല്ലുമലിച്ചുണ്ട് കൂട്ടി കണ്ടിട്ട് വരക്കുന്നത്. ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് നല്ല താളിയാവും. ഭയങ്കര സംഭവം, നല്ല കൊഴുപ്പുണ്ടാവും ഇതിന്റെ ഇല. എന്നിട്ട് ഇത് നന്നാക്കി ഇങ്ങനെ മേല് തെച്ച് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ല നമുക്ക് ഇങ്ങോട്ടേക്കാ നല്ല തട്ടിട്ട് ഫുള്ള് ചൊറിച്ചില്. അങ്ങനെ ചൊറിയുണ്ട്, നല്ല ചൊറിച്ചിലാ. ഞാൻ ഇത് നമ്മളെ നാട്ടിലെ മറ്റേ കൊടുത്തതാ ചൊറിയാത്തൊരു അത്ഭുത മനുഷ്യനാണ് ഉമർജി. അത് പ്രശ്നമൊന്നുമില്ല. അല്ലോ ഭയങ്കര സംഭവം. ഇത് ഇങ്ങോട്ടേക്കാ നമ്മൾ ചൊറിഞ്ഞ് കൈയൊക്കെ തളർത്തിക്കണ്. ചൊറിഞ്ഞിട്ട് ഇതാ ക്യാമറമാൻ വരെ നെട്ടിപ്പോവാണ്. ഇതങ്ങനെ നെട്ടേണ്ട സാധനം ഉണ്ടാ? ഇത് ഭയങ്കര സാധനം തന്നെ ഉണ്ടാ ഉമർജി. അതായത് നിങ്ങള് വീട്ടിൽ നിങ്ങൾക്ക് മാത്രമേ മൊത്തത്തില് അല്ല, മക്കൾക്കൊക്കെ ചൊറിയുന്നുണ്ട്. കുട്ടികൾക്ക് ചൊറിയും. ഞാൻ എല്ലാവർക്കും തേച്ചു കൊടുക്കും. ചെറുപ്പത്തിലൊക്കെ പോകുമ്പോഴേ ഇത് അരി തിരിക്കാണ്ട് പോകും തല്ലാനൊക്കെ. ശരി, എന്റെ അടുത്ത് ആരും എടുക്കൂല. അയാൾക്കൊക്കെ അറിയാം. ഭയങ്കര സംഭവം കേട്ടാ നിങ്ങളൊരു. അതങ്ങനെയാണ്. അപ്പൊ ഉമർജി ഒരു സംഭവട്ടാ.